എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മളിത് റാഗി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ആവിയിൽ വേവിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ ഒരു അട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് റാഗി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൊടിയാണ്. ഇതിന് പകരം കടകളിൽ നിന്ന് വാങ്ങിയ പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. ഫുള്ളായിട്ട് അടയ്ക്കേണ്ട, ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നോളൂ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ചിരകിയത് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിലക്കടല അതുപോലെ ബദാം ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിലേക്കൊരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ഏലക്കയുടെ പൗഡർ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വരുമ്പോഴാണ് ആ പൊട്ടുകടലയും അതുപോലെ കാഷ്യൂ നട്ടൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് മതി. ഇത് കൂടുതലും കൂടെ അരഞ്ഞൊന്നും പോയിട്ടില്ല. ആ പൊട്ടുകടലയും അതുപോലെ കാഷ്യൂ നട്ടൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഇത് മതി. ഇനി ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്ക് ശർക്കര പാനിക്ക് പകരം വേണമെങ്കിൽ ശർക്കരയായിട്ടും ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ മിക്സിയുടെ ജാറിൽ തേങ്ങയൊക്കെ ഇട്ട് ക്രഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ശർക്കരയിൽ കല്ലും അതുപോലെ അഴുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു രീതിയിൽ ശർക്കര പാനിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ. പിന്നെ ഇവിടെ എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള റാഗിയിൽ കുറച്ചൊന്ന് വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ റാഗി പൗഡർ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ റാഗി പൗഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരം ഞാനിവിടെ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് 2 കയ്യിലൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഓരോ ബോൾസാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ പരത്തുമ്പം നമുക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്താവോ അത്രയ്ക്ക് തിന്നാക്കി വേണം പരത്തിയെടുക്കാൻ. പിന്നെ നമ്മൾ കയ്യിലൊക്കെ എണ്ണ തേച്ച് കൊടുത്ത് ഇതുപോലെ പരത്തുന്നതുകൊണ്ട് തന്നെ നല്ല ഈസിയാണ് പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഫില്ലിങ് ഇതുപോലെ ഒന്ന് ആദ്യം ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും കൂടെ എല്ലാ വശവും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ കൊഴുക്കട്ടയുടെ ആ ഒരു ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ്ങിൽ വേണമെങ്കിൽ അവൽ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ പഴം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്താൽ മതി.
അപ്പോൾ ആദ്യത്തെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ആദ്യം തടവി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ അട വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും നല്ല കറക്റ്റ് പാകത്തിന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ അടയിൽ നന്നായിട്ട് ആവി കയറി ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി അടുത്ത ബാച്ചും കൂടെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് വെന്ത് വന്നോട്ടെ. അപ്പോൾ നല്ല ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റാഗിയുടെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു അട നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.